ഹലോ. ആ അമ്മ, ഞങ്ങൾ വേണ്ട ഇവിടെ വെളിയിൽ വരെ വന്നതാ. ഇല്ല അമ്മ, അച്ഛനോട് പറഞ്ഞേക്കണേ. ഞങ്ങളിതിൻ്റെ പുറത്തോട്ട് തൊട്ട് പുറത്ത് കടയിൽ നിൽക്കുമോ അമ്മ? പ്ലീസ് അമ്മ, പറഞ്ഞേക്കണേ. ഓ, രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ച അമ്മ വഴക്ക് പറയുമെന്ന്. അമ്മ ഇങ്ങനെ മാനേജ് ചെയ്തോളൂ. നീ പ്ലാൻ പറ. ആദ്യം നമുക്ക് കഴിക്കാം, എന്നിട്ട് ചിന്തിക്കാം. അപ്പം നല്ല നല്ല ഐഡിയാസും കിട്ടും. ഓ, ഒരു വയറൻ. എപ്പം നോക്കിയാലും തിന്നണം എന്നേ ഉള്ളൂ ഇവൻ്റെ വിചാരം. അയ്യോ ചേച്ചി, ചേട്ടാ, അവിടെ നിന്നാരോ നമ്മളെ നോക്കുന്നുണ്ട്. അയ്യോ, ഇത് കൊള്ളക്കാരൻ ജബ്രു ഇബ്രു അല്ലേ? എല്ലാരും ഓടിക്കോ, വാ എല്ലാരും ഓട്. ഓടി വേണ്ടേ ഇവിടെ വരെ എത്തി. ഇത് കണ്ടിട്ടൊരു ബസ് സ്റ്റോപ്പാന്ന് തോന്നുന്നു. ഏതെങ്കിലും ബസ്സിൽ കയറി വീട്ടിൽ പോകാൻ നോക്കാം പിള്ളേരെ. ഈ ചെറുക്കനോട് അന്നേരെ പറഞ്ഞതാ വീട്ടിലങ്ങനെ ഇരിക്കാന്ന്. അവനും അവൻ്റെ കുറേ ഐഡിയാസും. കണ്ടിട്ട് 4 മേതോ നല്ല വീട്ടിലാന്ന് തോന്നുന്നു. 4 പിടിച്ച് ചാക്കിലിടറാ ഇബ്രു. നമുക്ക് കുറച്ച് നാളത്തേക്കുള്ള കാശ് ഒപ്പിക്കാം. അയ്യോ ജബ്രു അണ്ണാ, ഞാൻ ചാക്കെടുക്കാൻ മറന്നു. നേരത്തെ പറയണ്ടേ ചാക്കൊക്കെ വേണമെന്ന്. എടാ നാണം കെട്ടവനെ, നീ നിന്റെ വായൊന്ന് അടച്ചു വെക്കാവോ? ദൈവത്തെ വിചാരിച്ച് ഞാൻ ഒരു 10 പൈസ ഉണ്ടാക്കിക്കോട്ടടാ. നിന്നെ എവിടെ കൂട്ടിയാലും നീ അലമ്പാന്ന് എനിക്കറിയാം. അയ്യോ ചാക്കൊന്നും വേണ്ട മാമുമ്മാരെ, വേണമെങ്കിൽ 2 ലോലിപോപ്പ് തരാം. ഞങ്ങളെ കണ്ടിട്ട് നിനക്ക് ലോലിപോപ്പ് തിന്നുന്നതായിട്ട് തോന്നുന്നുണ്ടാ? കണ്ടിട്ട് ഞങ്ങളെ കണ്ടിട്ട് നിനക്ക് അങ്ങനെയാ തോന്നുന്നത്? നിക്കന് എല്ലാത്തിനും പിടിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. പിള്ളേരെ ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ഓടി ഇവിടെ വരെ എത്തി. രാത്രിയും ആയി. ഇത് ഏതാ സ്ഥലമെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ ആദി? ഇനി എങ്ങനെ വീട്ടിൽ ചെന്ന് പറ്റും? ഈശ്വര, 7 നേരത്താണോ ഇവൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത്? എന്താ കുട്ടികളെ, നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്ന രാത്രിയിൽ നിങ്ങൾക്കൊന്നും ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലേ? നിങ്ങളെ ഒന്നും വീട്ടിൽ അന്വേഷിക്കാറില്ലേ? അതൊക്കെ പോട്ടെ. ഇല്ല നിൽക്കുന്ന ജബ്രു ഇബ്രു അല്ലേ? അല്ല, ഞാൻ ഇവന്മാരെ തിരക്കിയല്ലേ ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇങ്ങ വന്നേ മക്കളെ. ജബ്രു ഇബ്രു, ഇങ്ങ ഇറങ്ങി വാടാ, മാമൻ കണ്ടു കേട്ടാ. അത് സാറേ, ഞങ്ങളും ഈ കുഞ്ഞുങ്ങളും കൂടെ സാറ്റ് കളിക്കുമായിരുന്നു. അവധിയൊക്കെ അല്ലേ, കൊച്ചുങ്ങൾക്ക് ഭയങ്കര ബോറടി. എന്നാ പിന്നെ ഒന്ന് സാറ്റ് കളിച്ചേക്കാന്ന് വിചാരിച്ച്. അയ്യോ ആദിച്ചേട്ടാ, അവര് നമ്മളുടെ കൂടെ സാറ്റ് കളിക്കുകയായിരുന്നു. വെറുതെ നമ്മൾ പേടിച്ച്. ഈ രാത്രി നമ്മൾ എങ്ങനെ തിരിച്ചു? നമുക്കിങ്ങനെ ആരോടേലും ചോദിച്ച് പോകാം.